ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് വീഡിയോ. സോ ഇന്ന് നമ്മുടെ സാമ്പാർ എന്ന റാപ്പ് സോങ്ങിലെ എൻഡ് ക്രെഡിറ്റ് സീന് VFX ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ എൻഡ് ക്രെഡിറ്റ് സീൻ ആനിമേഷൻ മൊത്തമായിട്ട് ചെയ്തത് ഞാനാണ്, മീ മൈ സെൽഫ്. സോ നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. ഇത് ആക്ച്വലി ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, ഞാൻ ആക്ച്വലി ചെയ്യേണ്ടെന്ന് കരുതിയ ഒരു വീഡിയോ കൂടിയാണിത്. ബട്ട് ഒരുപാട് പേരിങ്ങനെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് പറയായിരുന്നു, ചെയ് ഓക്കെ ഡൺ, ഹിയർ ഇസ് എ വീഡിയോ, ടേക്ക് ഇറ്റ്. സോ നമുക്ക് ഇത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഇതിൻ്റെ ഡയറക്ടർ ബെന്നിനോട് നമുക്കൊരു താങ്ക്സ് പറയാനുണ്ട്. പുള്ളിയാണ് എന്നെ വിശ്വസിച്ച് എനിക്ക് ഒരു വർക്ക് തന്നത്. അതുകൂടാതെ തിരുമാലിനോട് നന്ദി പറയുന്നു. തിരുമാലി ഇതിനോട് എൻ്റെ വർക്ക് കണ്ടിട്ട് ഓക്കെ ഇത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇടാമെന്ന് തീരുമാനിച്ച പുള്ളി എൻ്റെ ഒരു വർക്ക് അതിനകത്ത് ഇട്ടു. സോ ഐ എം സോ ഹാപ്പി. താങ്ക്സ് ടു യു ബോത്ത്, തിരുമാലി ആൻഡ് എസ്പെഷ്യലി ബെൻ. എൻ്റെ ഒരു ക്രാഫ്റ്റിൽ വിശ്വസിച്ചതിന് നന്ദി. സോ വൺ മോർ തിങ്, നിങ്ങൾ ഇതുവരെ തിരുമാലിയുടെ റാപ്പ് സോങ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ ചാനലിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. 6.7 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. ഇപ്പം ഇന്ന് 12th ആണെന്ന് തോന്നുന്നു. സോ ടിൽ ദിസ് ഡേറ്റ് 6.7 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഓൾസോ നമ്മൾ ഇതിലുള്ള എല്ലാ ആനിമേഷനും കാര്യങ്ങളും എല്ലാം ബ്ലെൻഡർ എന്ന് പറഞ്ഞ ഫ്രീ സോഫ്റ്റ്വെയറിലാണ് ചെയ്തത്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഇറ്റ്. സോ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് ഏകദേശം ഒരു മാസം മുന്നെയാണ്. ഒരു മാസം എടുത്തു ഞാൻ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ ഫസ്റ്റ് എനിക്ക് ബെന്ന് തന്നൊരു ഐഡിയ എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒരുപാട് സ്പ്രെഡായി ഇതുപോലെ കിടക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ പോകുന്നതായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ വന്നൊരു കോൺസെപ്റ്റ്. സോ അത് ഏകദേശം ഇങ്ങനെയാണ് ഔട്ട് വന്നത്. സോ നമ്മളിങ്ങനെ ഔട്ട് പോകുന്ന സമയത്ത് ക്രെഡിറ്റ് സീൻസിൽ ഓരോ ഒബ്ജക്റ്റ് കഴിയുന്ന സമയത്ത് അവിടെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് നമ്മൾ എഡിറ്റിംഗ് പാർട്ടിൽ ആഡ് ചെയ്യാമെന്നായിരുന്നു നമ്മളെ പ്ലാൻ. ബട്ട് സം ഹൗ ഇത് വർക്കായില്ല. സോ ഓൺലി നമ്മൾ ഈ ഒരു ഐഡിയ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ വേറൊരു ഐഡിയയിലോട്ട് ചാടി. ബട്ട് എനിക്ക് ഈ ഒരു സ്റ്റൈൽ നന്നായിട്ട് ഇഷ്ടമായിരുന്നു. ബട്ട് ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്. എനിക്ക് ഈ ഒരു ആംഗിളും ഈ ഷോട്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഷോട്ടായിരുന്നു. ബട്ട് ഇത് വർക്കായില്ല. അതുകൂടാതെ തന്നെ വേറൊരു കോൺസെപ്റ്റ് ഐഡിയയും കൂടെ ഞാൻ കൊടുത്തായിരുന്നു. ഈ ഒരു ഐഡിയയും കൊടുത്തായിരുന്നു. ലൈക്ക് നമുക്ക് നമ്മുടെ പാർട്ടിക്കിൾസ് ഇങ്ങനെ സ്പ്രെഡായി നമ്മൾ നമ്മളൊരു സർക്കിൾ വെച്ചിട്ടുണ്ട്. ആ സർക്കിളിലോട്ട് നമ്മൾ ഈ പാർട്ടിക്കിൾസിനൊക്കെ പാരൻറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ആ സർക്കിളിനെ ആനിമേറ്റ് ചെയ്യും. സോ ഈ ഒരു ഐഡിയ ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു. ബട്ട് ഇതും അവർക്ക് ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല. സോ ഇത് നമ്മൾ അങ്ങനെ ഒഴിവാക്കി. സോ എന്നോട് പറഞ്ഞു നമുക്കിത് വർക്കാവുന്നില്ല, കം അപ്പ് വിത്ത് സംതിങ് ന്യൂ. സോ ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ കയറി തപ്പി ബട്ട് എവിടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഐഡിയ എനിക്ക് എവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഫാസിലിൻ്റെ മറ്റേ ട്രാൻസ് മൂവി ഉണ്ടല്ലോ, അതിനകത്ത് ആ മൂവി ഇറങ്ങിയ സമയത്ത് ഐ ഗെസ് മൂവിനേക്കാളും ട്രെൻഡിങ് ആയത് അതിനകത്ത് യൂസ് ചെയ്ത എക്യുപ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അതിനകത്ത് ഒരു റോബോട്ടിക് ക്യാമറ യൂസ് ചെയ്തിട്ടൊരു ഷോട്ടുണ്ട് ട്രാൻസിൽ. സോ അതിൻ്റെ കാര്യം എനിക്ക് പെട്ടെന്ന് എങ്ങനെയൊക്കെയോ കത്തി തലയിൽ ഓർമ്മ വന്നു. സോ ഐ തോട്ട് ലൈക്ക് വൈ കാൺ വി ആഡ് ദാറ്റ് ക്യാമറ മോഷൻ ടു ദിസ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്യാമറ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ മൂവ്മെൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിയത്. അങ്ങനെ ഞാൻ ഇത് ബെൻബ്രോയ്ക്ക് അയച്ചു കൊടുത്തു, നമുക്ക് ഇതുപോലത്തെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി ഓക്കെ പറഞ്ഞു, ഡൺ. പക്ഷേ ക്യാമറ മൂവ്മെൻറ്റ് കൺഫേം ആയിട്ടും എനിക്ക് ഏകദേശം 3-4 ക്യാമറ മൂവ്മെൻറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാമറ മൂവ്മെൻറ്റ് ലൈക്ക് സെയിം നമ്മുടെ ഈ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത് ഈ റോബോട്ടിക് മൂവ്മെൻറ്റ് തന്നെ. പക്ഷേ അതിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു 4 ടൈപ്പ് സാധനം മൂവ്മെൻറ്റ് എനിക്ക് ചെയ്യേണ്ടി വന്നു. സോ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഷോട്ട് ഈ ഒരു സ്റ്റൈല് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് എൻവയോൺമെൻറ്റിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു റൂമിനകത്തുള്ള ഷോട്ട് പോലെ ചെയ്യണോ അതോ നമുക്ക് ഒരു ഡാർക്ക് എൻവയോൺമെൻറ്റ് വേണോ, അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ റൂമിൻ്റെ എൻവയോൺമെൻറ്റ് വെച്ച് ഞാനൊന്ന് ചെയ്തു കാണിച്ചു കൊടുത്തു. അപ്പം അതും ഓക്കെ അല്ലാന്ന് വന്നു. സോ നമ്മൾ ഡാർക്കിലോട്ട് തന്നെ മാറി. അതിനുശേഷമാണ് നമ്മളെ മെയിൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള റോബോട്ടിക് ക്യാമറ മൂവ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ മെയിനായിട്ട് പിടിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷോട്ട് കൺഫേം ചെയ്തത്. സോ യു ക്യാൻ സീ ഒരുപാട് പാർട്ടിക്കിൾസും കാര്യങ്ങളും ഉണ്ട്.
ഇതാണ് ഇതിൻ്റെ ബേസിക് ക്യാമറ വ്യൂ. സോ ഇതായിരുന്നു ഞാൻ ഒരു മാസത്തോളം കണ്ടുകൊണ്ടിരുന്നത്, ഈ സോളിഡ് വ്യൂ. കറക്ഷൻ എല്ലാം കറക്ഷനും കഴിഞ്ഞ് ഫൈനലി ഔട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഞാൻ ഒരു മാസത്തോളം കണ്ടുകൊണ്ടിരുന്നത് ഇത് തന്നെ. സോ ഇതാണ് നമ്മളെ ബേസിക് ക്യാമറ ആനിമേഷൻ, നമ്മുടെ എൻവയോൺമെൻറ്റ് ഇതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ ഇവിടെ പോകുന്നു. സോ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. വാട്ടർ സ്പ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. സോ ഈ വെജിറ്റബിൾസിൽ ഏകദേശം ഒരു 30% മാത്രമേ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഹാൻഡ് മോഡൽഡാണ്. സോ അതുകൊണ്ട് തന്നെ ഏകദേശം ഇത്രയും ടൈം എടുക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഒരുപാട് കറക്ഷനും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഇതൊക്കെ മോഡൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ ഇതിലൊന്നും വേറെ ട്രിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ക്ലീനായിട്ടിരുന്ന് മോഡൽ ചെയ്ത് ടെക്സ്ചർ ചെയ്ത് അതിലൊന്നും എളുപ്പപ്പണിയോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടാക്കിയത്. സോ നമ്മൾ ഈ ഒരു അസറ്റ് മൊത്തം ഞാൻ ഉണ്ടാക്കി. അതിലൂടെ ഈ വാട്ടർ സ്പ്ലാഷ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണ്. ഇപ്പം വാട്ടർ സ്പ്ലാഷ് ഇതുപോലത്തെ ഒരു രീതിയിൽ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ PC താങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു. സോ അതാണ് ഇത്. പിന്നെ ഈ വാട്ടറിൻ്റെ ടെക്സ്ചറിൻ്റെ കേസ് വരുമ്പോൾ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഞാനത് വഴിയേ പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഇതിനകത്ത് മെയിനായിട്ട് ഒരു ഓവറോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ. അതിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 4000 വോൾട്ടിൻ്റെ ഒരു വലിയൊരു ലൈറ്റാണ് മുകളിൽ കൊടുത്തേക്കുന്നത്. ഒരു ഏരിയ ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. സോ ഈ ഒരു ലൈറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ സീനിലെ എല്ലാ ഏരിയസും ഒന്ന് ലൈറ്റ് ചെയ്യും. അതുകൂടാതെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ഏകദേശം ഇതിൻ്റെ ബാക്കല്ല, ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ടാണ്. ഐ വിൽ ഷോ യു. നമ്മുടെ ഈ ഒരു ബോക്സ് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും ഒരു ഏരിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പിന്നെ ഒരു ഏരിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ക്യാമറയ്ക്ക് കിട്ടണം എന്നുള്ളൊരു ഇൻറ്റൻഷനോടെയാണ്. കാരണം നമ്മൾ ബാക്കിലൊരു ബാക്ക് ഡ്രോപ്പ് ലൈറ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒബ്ജക്ട്സിൻ്റെയൊക്കെ എഡ്ജസ് നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ലൈറ്റ് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് കൂടെ കാണാം. ഈ സ്പോട്ട് ലൈറ്റ് ഇവിടെ നമ്മളെ ഈ ഒരു ഡാറ്റാസ് ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആരൊക്കെ വർക്ക് ചെയ്തു, ആരാണ് ഡയറക്ടർ, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റും കൂടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലാസ്റ്റ് ഒരു ലൈറ്റ് നമ്മളിവിടെ താഴെ കൊടുത്ത് കാണാം. ഇത് ആക്ച്വലി വേറെ ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടൊന്നുമല്ല, മെയിനായിട്ട് ഈ ഒരു വാട്ടർ ബോഡിക്ക് വേണ്ടിയിട്ടാണ്, വാട്ടർ സ്പ്ലാഷിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം നിങ്ങൾക്കിപ്പം ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞാൽ ടെക്സ്ചറിങ്ങിൻ്റെ കേസ് പറയാം. സോ വാട്ടറിൻ്റെ ഒരു ടെക്സ്ചർ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ലൈഫിലാണെങ്കിൽ വാട്ടർ ട്രാൻസ്പെറൻ്റ് ആണ്. സോ നമ്മുടെ എൻവയോൺമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ എൻവയോൺമെൻറ്റ് ബ്ലാക്കാണ്, കംപ്ലീറ്റ് ബ്ലാക്കാണ് നമ്മുടെ എൻവയോൺമെൻറ്റ്. സോ അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ബോഡി ബാക്കിലുള്ള ലൈറ്റിനെ ബ്ലാക്ക് കളറിനെ അത് ഈ വാട്ടറിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ ക്യാമറയിലോട്ട് എത്തിച്ചു തരും. സോ നമുക്ക് വാട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. സോ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ താഴെയായിട്ട് ഒരു ലൈറ്റ് കൊടുത്തേക്കുന്നത്. സോ നമുക്കിവിടെ ലൈറ്റ് കൊടുക്കുന്നതോടെയാണ് നിങ്ങൾക്ക് മാറ്റം കാണാം. നമ്മുടെ ഈ ലൈറ്റിന് ഓരോ ഭാഗത്ത് നമുക്ക് ഓരോ ഗ്ലോസ് വന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ ആണെന്ന് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ടെക്സ്ചർ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ കക്കിരീൻ്റെ ടെക്സ്ചർ, ഇതൊക്കെ ഹൈ ക്വാളിറ്റി ടെക്സ്ചേഴ്സാണ് ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടെക്സ്ചറിങ് എങ്ങനെ ചെയ്തതെന്നൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ വഴുതന ഉണ്ട് ഇവിടെ, പിന്നെ ഉള്ളിയുണ്ട്, പിന്നെ കത്തിയുണ്ട്, പിന്നെ ക്യാരറ്റുണ്ട്, പിന്നെ ചെറുനാരങ്ങ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. പിന്നെ തക്കാളി ഉണ്ട്, പിന്നെ വേറെ എന്താ ഇല്ല, പിന്നെ സവാളയുണ്ട്, വാഴയിലയുണ്ട്, പിന്നെ വാട്ടർ സ്പ്ലാഷ് ഉണ്ട്. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ആനിമേഷൻ്റെ കേസ് പറയാം. സോ ഇതൊക്കെ ഈ ഒരു പാർട്ടിക്കിൾസൊക്കെ നമ്മൾ ചുമ്മാ ഇവിടെ എടുത്ത് വെച്ചതല്ല, ഇതെല്ലാം ഹാൻഡ് ആനിമേറ്റഡ് ആണ്. എല്ലാ ഒബ്ജക്റ്റും ഇതിൻ്റെ അകത്തുള്ള എത്ര പാർട്ടിക്കിൾസും കാര്യങ്ങളും ഉണ്ടോ, എത്ര ഒബ്ജക്ട്സ് ഉണ്ടോ, ഇതൊക്കെ ഹാൻഡ് ആനിമേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ വാഴയിലാണെന്നുണ്ടെങ്കിൽ ഈ വാഴയിലേനെ ഞാൻ ഈ ഒരു empty ആയിട്ടാണ് പാരൻ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്നിട്ട് അതിന് ശേഷം ആ emptyക്ക് ആനിമേഷൻ കൊടുക്കും. സോ ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ യു ക്യാൻ സീ എവ്രി പാർട്ടിക്കിൾസ്, ഈച്ച് ആൻഡ് എവ്രി പാർട്ടിക്കിൾസ് ഇൻ ദിസ് ആനിമേഷൻ ഇറ്റ്സ് മൂവിങ്. സോ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസിനും മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ആനിമേറ്റഡ് ആണ്. സോ യു ക്യാൻ സീ ഇറ്റ് ഹിയർ.
കണ്ടില്ല? ഓക്കെ, നമുക്കിനി ബോക്സിൻ്റെ ടെക്സ്ചറിങ്ങിനെ കുറിച്ച് പറയാം. സോ ഈ ബോക്സിൻ്റെ ടെക്സ്ചറിങ്ങിൽ നമ്മൾ ഈ ബോക്സ് ഹാൻഡ് മെയ്ഡായിട്ട് ഞാൻ തന്നെ മോഡൽ ചെയ്തെടുത്താണ്. എവ്രിത്തിങ്, ഈച്ച് ആൻഡ് എവറി പാർട്ട് സൈഡ് ഞാൻ തന്നെ മോഡൽ ചെയ്തതാണ്. ഇതിൻ്റെ ടെക്സ്ചറിങ്ങിനും എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്തത്. സോ ഇതിൻ്റെ അകത്തുള്ള ടെക്സ്ചറിങ്ങിൻ്റെ കേസിന് നമുക്ക് പറഞ്ഞത് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു. സോ ഈ ഒരു ഫോട്ടോ ആണ് നമുക്ക് അതിൻ്റെ അകത്ത് പ്രിൻറ്റ് ചെയ്ത് വരേണ്ടതെന്നാണ് പറഞ്ഞിരുന്നത്. സോ നമ്മളിപ്പം ഈ ഒരു ബോക്സിനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്യൂബാണ്. ഇതിന് 6 സൈഡുണ്ട്. അപ്പോൾ സംഭവം എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു സംഭവം കൊടുക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിത് UV മാപ്പ് ചെയ്യണം. സോ ഇതിന് UV മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് ഞാൻ ചെയ്തത്, ഞാൻ ഇലിസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലൊരു പ്ലേറ്റ് ഉണ്ടാക്കി, ഏകദേശം ഇതിനെ UV റാപ്പ് ചെയ്തത്. സോ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർ രീതിയിൽ UV മാപ്പിംഗ് ചെയ്യണം. നമ്മൾ UV അൺറാപ്പ് ചെയ്യണം. സോ UV അൺറാപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു UV മാപ്പ് കിട്ടും. സോ ഇതിൻ്റെ എക്സാക്റ്റ് മാപ്പിംഗ് ആണിത്, ഈ ഒരു ബോക്സിൻ്റെ. സോ നമ്മൾ ഇത് അത്ര എല്ലാ എഡ്ജസും ഞാൻ കറക്റ്റ് പോയിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഒരു ബേസിക് ആയിട്ടുള്ളൊരു UV മാപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തതുപോലെയുള്ള ഇതുപോലത്തെ ഒരു ഇമേജ് നമ്മൾ ഉണ്ടാക്കണം. സോ ഇതിൻ്റെ അകത്ത് UV മാപ്പ് ചെയ്ത സമയത്ത് മാപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ടിൽട്ടായിട്ട് വരുന്നൊരു, അതായത് മിറർ ചെയ്ത് വരുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഈ എഴുത്തും കാര്യങ്ങളൊക്കെ. സോ അത് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്താ പറയുക, ഈ ഒരു മാപ്പിങ്ങിനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ഈ ഇലിസ്ട്രേറ്ററിൽ തന്നെ നമ്മുടെ ഈ ഒരു ഡിസൈനിനെ ഫ്ലിപ്പ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള സാധനങ്ങളാണ്, ഇതൊന്നും ഒട്ടും ക്ലീനൊന്നുമല്ല. ഐ മീൻ ദീസ് ഡിസൈൻസ് ഇത് അത്ര സ്ലീക്ക് ആയിട്ടുള്ളത്. ജസ്റ്റ് പെൻ ടൂൾ എടുത്ത് 5-6 വര അങ്ങോട്ട് ഇട്ട് 2 കളറും കൊടുത്തു. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഡിസൈൻ, ഇവിടെ ആയാലും. സോ പിന്നെ ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്, ഈ ഒരു ഏരിയ. സോ ഇതിന് കുറച്ച് ടൈം എടുത്തു. ഓക്കെ, സോ അതായിരുന്നു നമ്മളെ UV മാപ്പ്. സോ അതിനുശേഷം നമ്മൾ ഈ UV മാപ്പ് ഇതിനെ UV അൺറാപ്പ് ചെയ്ത് അതിൻ്റെ എല്ലാ ടെക്സ്ചറും എല്ലാ സൈഡിലാണെന്ന് പ്രോപ്പറാക്കി വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് കിട്ടും. സോ നമുക്കിവിടെ ബോക്സ് നോക്കാം, എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നൈസ്. സോ നമ്മുടെ VFX ബ്രേക്ക് ഡൗൺ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, ഇതിനകത്ത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ല. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ബേസിക്. പിന്നെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കേസുകളുണ്ട്, അതിന് ഞാൻ അധികം പോകുന്നില്ല. കുറച്ച് പാടുള്ള കേസസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വാട്ടറിൻ്റെ ടെക്സ്ചറിങ്ങിന് നല്ല സമയം എടുത്തിട്ടുണ്ട്. കാരണം ഇത് ലൈറ്റുമായിട്ട് സിങ്ക് ആവാൻ ഭയങ്കര പാടായിരുന്നു. സോ എത്ര ചെയ്തിട്ടും മര്യാദയ്ക്കാവാത്ത ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇതിൻ്റെ നോഡ് ഗ്രൂപ്പ് കണ്ടാൽ തന്നെ കാണാം എത്രത്തോളം കോംപ്ലക്സ് ആണ് ഇതെന്ന്. സോ വാട്ടർ ബോഡി ഭയങ്കര ടാസ്ക് ആയിരുന്നു ആ സമയത്ത് ചെയ്തെടുക്കാൻ. ബട്ട് ഔട്ട് വന്നപ്പോൾ ഞാനും സാറ്റിസ്ഫൈഡ് ആയിരുന്നു, പുള്ളിയും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ നത്തിങ് ടു വറി. ആൻഡ് ഓൾസോ പിന്നെ ഇത് ഏത് റെൻഡർ എഞ്ചിനിലാണ് റെൻഡർ ചെയ്തതെന്ന് പറയാം. യു ഗൈസ് ലൈക്ക് ഈ ബ്ലെൻഡറിനെ കുറിച്ച് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ഇത് സൈക്കിൾസ് ആയിരിക്കുന്നതായിരിക്കും. അല്ല, ഇത് സൈക്കിൾസ് അല്ല, നമ്മളിത് EVയിലാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഹൈയിലായിരുന്നു അന്നിട്ടത്. ഏകദേശം 256 ഓർ സംതിങ് ആ ഒരു ലെവലിലിട്ടിട്ടാണ് ഇത് റെൻഡർ ചെയ്തെടുത്തത്. പിന്നെ ആംബിയൻ്റ് ഒക്ലൂഷൻ, ബ്ലൂം, മോഷൻ ബ്ലർ, സ്ക്രീൻ സ്പേസ് റിഫ്ലക്ഷൻ, ഈ സാധനങ്ങളൊക്കെ ഓണായിരുന്നു. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ലൈറ്റ് ബൗൺസ് ഒന്നും സൈക്കിൾസിൽ കിട്ടുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല EV റെൻഡർ എഞ്ചിനിൽ. ബട്ട് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യം ഫോട്ടോ റിയലിസ്റ്റിക്കും അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഔട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു EV റെൻഡർ എഞ്ചിൻ യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. ഇതായിരുന്നു ഒരു മാസത്തെ എൻ്റെ വർക്ക്. ഏകദേശം ഒരു മാസം നല്ല പണിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ, അത്യാവശ്യം രസമൊക്കെ എടുക്കാൻ. സോ എനിക്ക് ഏറ്റവും അവസാനം വരെ ടെൻഷനായിരുന്നു. കാരണം ലൈക്ക് ഇനി തിരുമാലി ഇടാതിരിക്കുമോ അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുണ്ടായിരുന്നു. എനിവേ അവസാനം ഔട്ട് വന്ന സമയത്ത് എൻ്റെ വർക്ക് അതിൻ്റെ അകത്ത് കണ്ടു, വളരെ സന്തോഷം. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പേരും കണ്ടു. ആദ്യമായിട്ടാണ് ഒരു വർക്കിൽ എൻ്റെ പേരൊക്കെ വരുന്നത്. സോ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ആൻഡ് സോ നമ്മുടെ ബ്രേക്ക് ഡൗൺ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. സോ ഇനിയും നിങ്ങൾക്ക് വേറെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ വർക്ക്സ്. സോ അതിലേതെങ്കിലും നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ടെക്സ്റ്റ് മീ ഡയറക്ട്ലി. So that's it for today. See you on another video. Bye bye.
ബൈ.